നമസ്കാരം. ആലപ്പുഴയെ നടുക്കിയ ഒറ്റപ്പനയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധിക കേസിൽ അറസ്റ്റിലായത് അബൂബക്കർ ആണെങ്കിലും ഇനി കഥ മാറുകയാണ്. പുതിയ അന്വേഷണത്തിൽ കൂടുതൽ പ്രതികളുടെ പങ്ക് തെളിഞ്ഞു. മുൻപ് മോഷണ കേസുകളിൽ പ്രതിയായിരുന്ന ഒരാളെയും ഭാര്യയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു. വൈദ്യുതി വിച്ഛേദിച്ച് വീടിനകത്ത് മുളകുപൊടി വിതറിയതും ഇവരാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അബൂബക്കർ മാത്രമായിരുന്നോ കൊലപാതകി, അല്ലെങ്കിൽ വീട്ടിൽ കയറി ചെന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ച ഈ ദമ്പതികളാണോ കൊലപാതകികൾ? ഇതാണിപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ പ്രതികളെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മുൻ മോഷണ കേസ് പ്രതിയെയും ഭാര്യയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. വയോധികയുടെ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിയായ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അബൂബക്കർ മാത്രമല്ല, കേസിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അബൂബക്കർ വീട്ടിൽ നിന്ന് മടങ്ങിയ ശേഷം ദമ്പതികൾ മോഷ്ടിക്കുവാനെത്തി. വൈദ്യുതി വിച്ഛേദിച്ചതും വീടിനകത്ത് മുളകുപൊടി വിതറിയതും ഇവരാണെന്നാണ് പുതിയ കണ്ടെത്തൽ. അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്നും കൊലപാതകം നടത്തിയത് അബൂബക്കർ ആണോ മോഷ്ടാക്കളാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നും പോലീസ് അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരമാണ് ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ പിൻവശത്തെ വാതിൽ ചവിട്ടിപ്പൊളിച്ച നിലയിലായിരുന്നു. മുറിക്കുള്ളിൽ മുളകുപൊടി വിതറിയ നിലയിൽ കഴുത്തിൽ ഷാൾ കുരുക്കിയാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിലും മുഖത്തും പാടുകൾ കണ്ടെത്തിയിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് അബൂബക്കറിനെ പിടികൂടിയത്. കൊലപാതകം നടന്ന ശേഷം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്തുന്നതിനിടെയും പ്രതി സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെടുവാൻ ശ്രമിക്കാതെ യാതൊരു തര ഭാവഭേദവും ഇല്ലാതെയൊക്കെയാണ് ഈ പ്രതി ആ സമയത്ത് ഈ നടപടികൾക്കിടെയും ആ സ്ഥലത്ത് തുടർന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടും ഇയാൾ പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. പലതവണ ഈ പറയുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് വരികയും ആ സമയത്ത് ഈ വീട്ടിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നും തുടർന്ന് അകത്ത് കയറി നോക്കണമെന്നും ഈ പ്രദേശവാസികളെയും ബന്ധുക്കളെയും ഒക്കെ അറിയിക്കുകയും ചെയ്തതും ഈ അബൂബക്കർ ആയിരുന്നു. ഞായറാഴ്ച പോലീസ് എത്തി പരിശോധന നടത്തുമ്പോഴും ആൾക്കൂട്ടത്തിൽ ഒരാളായി തന്നെ അബൂബക്കർ ഉണ്ടായി. സ്ത്രീയുടെ കാണാതായ മൊബൈൽ ഫോൺ കൊലപാതകത്തിന് തൊട്ടടുത്ത ദിവസവും ഈ വീടിന് സമീപത്തുണ്ടായിരുന്നതായി ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് വ്യക്തമായിരുന്നു. തുടർന്നായിരുന്നു പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. വയോധികയുമായി അബൂബക്കറിന് അടുപ്പമുണ്ടായിരുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ശനിയാഴ്ച സുഖമില്ലാതിരുന്നിട്ടും ഈ സ്ത്രീയെ ലൈംഗിക ബന്ധത്തിന് അബൂബക്കർ നിർബന്ധിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇവർ കൊല്ലപ്പെടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. വയോധികയ്ക്ക് ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുവാനായി പ്രതി തന്നെയാണ് ഈ വീടിനകത്ത് മുളകുപൊടി വിതറിയതെന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. പിന്നീടാണ് മോഷണക്കേസ് പ്രതിയുടെയും ഭാര്യയുടെയും പങ്ക് വെളിവായത്. സംഭവ സ്ഥലത്തെത്തിച്ച് പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. തോട്ടുപള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ സ്ത്രീയെ വൈകുന്നേരത്തോടെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ പിറകുവശത്തെ വാതിൽ ചവിട്ടി തുറന്ന നിലയിലായിരുന്നു. പിന്നീടാണ് ഈ മുറിക്കുള്ളിൽ മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തിയത്. കൂടാതെ കഴുത്തിൽ ഷോൾ കുരുക്കിയ ഒരു അവസ്ഥയിലൊക്കെയായിരുന്നു മൃതദേഹം കണ്ടെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിലും മുഖത്തിലും പാടുകളൊക്കെ കണ്ടെത്തുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു പോലീസ് ആദ്യം മുതൽക്കേ തന്നെ അന്വേഷണം തുടങ്ങിയത്. ഈ സ്ത്രീയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതായി കണ്ടെത്തുകയായിരുന്നു. KSEB വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഈ വൈദ്യുതി കണക്ഷൻ ഞായറാഴ്ച പുലർച്ചെ 12:30 വിച്ഛേദിച്ചതായി കണ്ടെത്തിയത്. വൈദ്യുതി മീറ്ററിൽ നിന്ന് മെയിൻ സ്വിച്ചിലേക്കുള്ള വയർ വലിച്ചൂരി ഇടുകയായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് അന്വേഷണത്തെ സഹായിക്കുന്ന ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ ആദ്യം ലഭിച്ചിരുന്നില്ല. പിന്നീട് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ചില ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. സംശയം തോന്നിയ 60-ലധികം ആളുകളെ ചോദ്യം ചെയ്യുകയായിരുന്നു. അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു കേസ് അന്വേഷിക്കുന്നത്. മൃതദേഹത്തിൽ ആന്തരികമോ ബാഹ്യമോ ആയ ഗുരുതര പരിക്കുകളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. എങ്കിലും കേസ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു. സംശയം തോന്നിയ 60 പേരെ പലവട്ടമാണ് ചോദ്യം ചെയ്തത്. വിവിധ ജില്ലകളിലും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലും അന്വേഷണ സംഘം എത്തി ചിലരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. തൊട്ടടുത്ത പള്ളിയിലെ ജീവനക്കാരനായ പ്രതി സംഭവം അറിഞ്ഞ ഈ പോലീസ് സ്ഥലത്തെത്തുമ്പോൾ മുതൽ അവിടെ തന്നെ തുടരുകയായിരുന്നു. പള്ളിയോട് ചേർന്ന് തന്നെയാണ് 7 കൊല്ലമായി ഇയാൾ താമസിച്ചിരുന്നത്. സംഭവത്തിന് ശേഷം ഒരു ദിവസം മാത്രമാണ് ഇയാൾ വീട്ടിൽ പോയത്. പ്രധാന സാക്ഷിയാക്കണമെന്ന് കരുതിയാണ് ആദ്യം തന്നെ ഇയാളെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. പക്ഷേ ഇതിനിടെ ചില സംശയാസ്പദമായ രീതിയിലൊക്കെ ഇയാൾ പെരുമാറുവാൻ തുടങ്ങി. തുടർന്നാണ് ഈ സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ അന്വേഷണത്തിൽ നിർണായകമായത്. ഇയാളുടെ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ സ്ത്രീയുടെ മൊബൈൽ ഫോണിലേക്ക് ഇയാൾ വിളിച്ചതിന്റെ രേഖകൾ ലഭിക്കുകയായിരുന്നു. മൃതദേഹം ഷീറ്റിട്ട് മൂടുകയും മുഖം മറയ്ക്കുകയും ചെയ്ത നിലയിലായിരുന്നു. സംഭവത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇയാളുടെ പെരുമാറ്റങ്ങളിൽ പന്തികേടും അനുഭവപ്പെടുകയായിരുന്നു. 2 ദിവസമായി പ്രതിയെ നിരന്തരം ചോദ്യം ചെയ്തു. ഒടുവിലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത്.
ഈ വയോധികയുടെ കൊലപാതക കേസ് ഓരോ ദിവസവും പുതിയ വഴിത്തിരിവുകളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അബൂബക്കറിന്റെ പങ്ക് മാത്രമായിരുന്നു പോലീസ് ഉറപ്പിച്ചു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മുൻ മോഷണ കേസിലെ പ്രതിയും ഭാര്യയും അന്വേഷണ വലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കൊലപാതകം നടന്ന രാത്രിയിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതും വീടിനകത്ത് മുളകുപൊടി വിതറിയതും സ്ത്രീയുടെ ഫോൺ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണത്തെ കൂടുതൽ ശക്തമാക്കുകയാണ്. എന്നാൽ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് ആരാണ്? അബൂബക്കറോ മോഷ്ടാക്കളുടെ സംഘമോ? ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.